ആ ധാർമ്മികത അത് തികച്ചും വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനൊരു ആരോപണം അല്ലെങ്കിൽ ഇങ്ങനൊരു സംഗതി വന്ന സ്ഥിതിക്ക് ആ സ്ഥാനത്ത് തുടരണോ വേണ്ടയോ അത് തെളിയിക്കപ്പെടട്ടെ എന്നൊക്കെ നിശ്ചയിക്കേണ്ടത് ശ്രീമാൻ രഞ്ജിത്ത് സാറാണ്. അദ്ദേഹം ഇനി ഇത് തെളിയിക്കപ്പെടുന്നത് വരെ ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നില്ല എന്ന് തീരുമാനിക്കേണ്ടതും അദ്ദേഹമാണ്. അതിലിപ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല. എന്തായാലും ശരിയല്ല എന്നുള്ള അല്ല, അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടുന്നവരെ അദ്ദേഹം മാറി നിൽക്കുന്നതായിരിക്കാം ചിലപ്പോൾ നല്ലത്. അല്ല, ആരോപണം വളരെ ഗൗരവപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. എത്രയോ വർഷം മുമ്പ് നടന്നിട്ടുള്ള ഒരു സിനിമയുടെ പേരും അതിൻ്റെ ഡയറക്ടറുടെ പേരും എല്ലാം വളരെ കൃത്യമായി നടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കുണ്ടായ അനുഭവം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവമായി തന്നെയാണ് ഞാനൊക്കെ കാണുന്നത്. ഇനി അതിൻ്റെ മറ്റ് നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ആലോചിച്ച് അവർ ചെയ്യുമായിരിക്കും. എനിക്കതിൽ പ്രതീക്ഷയുണ്ട്. ഒരുപക്ഷെ അങ്ങനെ നടത്തിയിട്ടുണ്ടോ ആവാനുള്ള സാധ്യതയാണോ കാണുന്നത്? അല്ല, അങ്ങനെയല്ല. ഇത്രയും ഗൗരവത്തായ വിഷയങ്ങൾ ഒരു സ്ത്രീ ഒരു കാരണവശാലും മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് പറയില്ല. മാത്രമല്ല, ഇത് ഒരുപാട് വർഷം മുമ്പ് നടന്നിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും അവരെ ഈ വിഷയം അല്ലെങ്കിൽ ആ അന്നുണ്ടായ ഇൻസിഡൻറ്റ് അവരെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഗൗരവപ്പെട്ടത് തന്നെയാണ്. അവർ വളരെ സീനിയറായിട്ടുള്ളൊരു ആക്ട്രസ്സാണ്, വളരെ പോപ്പുലറായിട്ടുള്ളൊരു ആക്ട്രസ്സാണ്. അവരൊന്നും അങ്ങനെ വെറുതെ ഒരു കാര്യം പറയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സംഗതിയാണോ നിലവിലുള്ളത്? അല്ല, അമ്മയുടെ ഭാഗത്തു നിന്ന് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി പറയാൻ ഞാൻ ആളല്ല. പക്ഷേ എന്നാലും ഇന്നലെ അമ്മയുടെ ഭാഗത്തു നിന്ന് നടത്തിയിട്ടുള്ളൊരു പത്രസമ്മേളനത്തിൽ സിദ്ദിഖ് സാറ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എനിക്ക് വളരെ ഒരു അതിശയം തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മുഖ്യധാര സിനിമയിൽ ഇത്തരം സംഭവങ്ങൾ അവരെ അറിവിൽപ്പെട്ടെടുത്തോളം ഇല്ല. പിന്നീട് ഏതെങ്കിലും ഗ്രാമപ്രദേശത്തൊക്കെ നടക്കുന്ന സമാന്തര സിനിമകളിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനതിൽ അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് സിദ്ദിഖ് സാറ് പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരം ഏത് സംഗതികളും നടക്കുന്നത് അത് പണത്തിൻ്റെ അല്ലെ മൂലധനത്തിൻ്റെ അതുപോലെ അധികാരത്തിൻ്റെയൊക്കെ ഒരു അധീശത്വത്തിലാണ്. ഈ സമാന്തര സിനിമ എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ പൈസക്ക് വളരെ കഷ്ടപ്പെട്ടും വളരെ കൂട്ടായ്മയും രൂപപ്പെടുന്ന സിനിമകളാണ്. അത്തരം സിനിമകളിൽ തൊഴിലാളിയും തൊഴിലുടമയും ഇല്ല. എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, ആക്ടേഴ്സ് ആയിക്കോട്ടെ, അതിന് മറ്റ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, എല്ലാവരും ഒരു കൂട്ടായ്മയിൽ ഒരു കുടുംബം പോലെ ചേർന്ന് നിന്നിട്ടാണ് ആ സിനിമ ഉണ്ടായി വരുന്നത്. അപ്പോൾ അതിൽ പല വിധത്തിലുള്ള പരിമിതികളുണ്ട്. ആ പരിമിതികളെയും കൂട്ടായിട്ടാണ് പരിഹരിക്കുക. ഇപ്പോൾ ഒരു ഡ്രസ്സ് മാറാൻ സ്ഥലം ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ. പക്ഷേ അത് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പരാതിയല്ല. അവരത് പരിഹരിക്കും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ പവറില്ല, എല്ലാവരും ഒരുപോലെയാണ്. അപ്പോൾ അത്തരം സിനിമകളിലല്ല ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാകാൻ സാധ്യത യഥാർത്ഥത്തിൽ ഈ പണത്തിൻ്റെയും മൂലധനത്തിൻ്റെയൊക്കെ ഒരു പവർ പ്രയോഗിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മനോജേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താണ്? അല്ല, ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചതും വളരെ കൃത്യമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടതെല്ലാം ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ മറ്റൊരു സ്ഥലത്തും അതുണ്ടാവില്ല. അത്രയും വളരെ ഗൗരവത്തോടു കൂടിയാണ് സിനിമയെയും ഈ മേഖലയൊക്കെ ഗവൺമെൻറ് കാണുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ടാവാം, ഒരുപാട് പരാതികളുണ്ടാവാം, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം ഗവൺമെൻറ് വളരെ ഗൗരവത്തോടെ തന്നെ കാണുകയും പരിശോധിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്.